തന്നെ അടിപൊളി പ്രൈസ് ബെനിഫിറ്റ് ഉള്ള ഒരു വണ്ടിയാണ് 2017 മോഡൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടി അല്ലേ? അത് മാനുവലിന്റെ റൈറ്റിൽ തരാം. അടുത്തത് ചാൻസ് റൈറ്റുള്ള ഒരു വണ്ടി, കിട്ടുന്ന ടിയാഗോ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. അതേപോലെ തന്നെ ഒരു ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് ഒരു പോളും തരാം. അടുത്തത് ഒരു ക്ലിയറൻസ് സെയിൽ പോളോ 3,35,000 2016 പോളോ തരാം. റയർ ആണ്, കേരളത്തിൽ വല്ലാതെ ആരും കണ്ടിട്ടുണ്ടാവില്ല. 2022 മാരുതിന്റെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, പെട്രോൾ സെഡാൻ, ഹോണ്ടന്റെ വണ്ടി. സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്, അലോയ് ഉൾപ്പെടെ എല്ലാം. നമ്മൾ കാണിച്ചതൊക്കെ ക്വാളിറ്റി ഉള്ള വണ്ടികൾ, ആവറേജ് വണ്ടികൾ പ്രൈസ് കുറച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ കാണിക്കുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇനിയിപ്പോൾ ഓൺഷിപ്പ് കൂടി അതിന് വില കുറച്ചൊന്നുമല്ല, കറക്റ്റ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, കിലോമീറ്റർ കുറവാണ്. എക്സി എന്നുള്ള വേരിയന്റ് ഓപ്ഷൻ ആണ്, CVT ആണ്, ഓട്ടോമാറ്റിക് വരുന്ന 1.2 2019 മോഡൽ. ഓട്ടോമാറ്റിക് വരുന്ന മറ്റേ പാഡൽ ഷിഫ്റ്റ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ വീഡിയോ കാണിച്ച എല്ലാ അടിപൊളി വണ്ടികളാണ്. ചെറിയ രീതിയിൽ 2025 നമുക്ക് ചെയ്യാൻ പറ്റും. 3.5 ലക്ഷം രൂപയ്ക്ക് 2014 ഓട്ടോമാറ്റിക് കിട്ടുന്നതാണ്. ക്ലിയർ ചെയ്യാണ്, ഒഴിവാക്കുകയാണ്. എടുക്കുന്നവർക്ക് ചാൻസ് ആണ്. ഡീസൽ 2012 VDI CVT ഗിയർ ബോക്സ് വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടി 2,20,000 രൂപ. കുറഞ്ഞ കിലോമീറ്ററുടെ 40,000 കിലോമീറ്ററുടെ സിംഗിൾ ഓൺഷിപ്പ് ഓൾട്ടോ 2018 തരാം. ഇത് നമ്മൾ 1,50,000 രൂപയ്ക്ക്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാടുള്ള സെക്കൻഡ് ചോയ്സിൽ വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മുഴുവൻ വണ്ടികളും പോയി. പുതിയ സ്റ്റോക്ക് ഓണത്തോടനുബന്ധിച്ച് ചില കിഡിലെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ലോ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റുന്ന കിഡിലെ വണ്ടികളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മുഹമ്മദ് എവിടെയുണ്ട്? നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം. അപ്പോൾ ഓണത്തിന് പുതിയ വണ്ടികളൊക്കെ സ്റ്റോക്ക് കയറിയിട്ടുണ്ടല്ലേ? അടിപൊളിയായിട്ടുള്ള സ്റ്റോക്ക് ഉള്ളത്, അതും എല്ലാ ടൈപ്പിലുള്ളതുണ്ട്. നമുക്ക് ലോൺ കയറുന്നുണ്ട്, ഫുൾ എമൗണ്ട് കയറുന്നുണ്ട്, പിന്നെ 1 lakh ബിലോ ഉള്ളത്, 2 lakh ബിലോ ഉള്ളത്, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളും. തുടങ്ങാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. യെസ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു അഡ്രസ്സ് തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് വണ്ടി വരുന്നത് തന്നെ അടിപൊളി പ്രൈസ് ബെനിഫിറ്റ് ഉള്ള ഒരു വണ്ടിയാണ്. 2017 മോഡൽ ZXi എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടി അല്ലേ? അത് മാനുവലിന്റെ റൈറ്റിൽ തരാം. 4,10,000 രൂപയ്ക്ക് തരാം. 4,10,000 2017 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ZXi. കിലോമീറ്റർ ആകെ 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പക്ക നീറ്റ് വണ്ടി കേട്ടോ. ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന, ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. 4,10,000 രൂപയ്ക്ക് വരാം. നമുക്കിതിന് ലോണ് 3,60,000-75,000 വരെയൊക്കെ നല്ല ഫയലാണ് കയറും. ചെറിയൊരു ഇനിഷ്യൽ പേയ്മെന്റിൽ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ വണ്ടി എടുക്കാം. അതുപോലെ നല്ലൊരു ഐറ്റം തരാം. മോഡൽ ഏതാ? 2011 മോഡൽ, സ്പോർട്സ് വേരിയന്റ് ആണ്, കാപ്പ 2 ആണ്. മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 1,75,000 രൂപയ്ക്ക് വരാം. 1,75 അല്ലേ? സ്പോർട്സ് 2011 മോഡൽ, പേപ്പർ മുന്നോട്ടുള്ളതാണ്. തേർഡ് ഓൺഷിപ്പിലാണ് വണ്ടി വരുന്നത്. വണ്ടി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി കേട്ടോ. 1,75,000 നല്ലൊരു സ്പോർട്സ് ഫുൾ ഓപ്ഷൻ i10. ഇതെന്ത് കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ 70 സംതിങ് ഓടിയിട്ടുള്ളൂ. 75,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നീറ്റ് വണ്ടിയാണ്. അടുത്തൊരു ടാക്സിയിൽ ഹൈബ്രിഡ് 2022 മാരുതിന്റെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. അപ്പോൾ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമ്പർ ബോർഡ് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഒരു സ്വന്തമായിട്ട് ഒരു ആർക്കെങ്കിലും ഒരു പരിപാടി നോക്കുന്ന ആൾക്കാർക്ക് ലോണിട്ടൊക്കെ ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ കയറുന്ന ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ. മോഡൽ ഏതായിരുന്നു? 2022 മോഡൽ ഹൈബ്രിഡ് വണ്ടി. എത്ര ഓടിയുണ്ട് വണ്ടി? ഓട്ടം 90,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ലോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ ഇടാൻ പറ്റും. ഫുൾ കവർ ഇൻഷുറൻസിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. 8.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. അത്യാവശ്യം ഫീച്ചേഴ്സ്, പ്രൊജക്ടർ എല്ലാം ഒക്കെ ഉള്ള നീറ്റ് വണ്ടിയാണ്. ടയർ കണ്ടീഷൻ നല്ല പക്ക ക്വാളിറ്റിയുള്ള വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് ഓടിക്കാൻ ഒരു കണ്ടീഷനിൽ കിടക്കണം. അപ്പം ഏതെങ്കിലും ഓൺലൈൻ ടാക്സികൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാവുന്ന വണ്ടി വിളിച്ചോളൂ. വണ്ടി ഹൈബ്രിഡ് ആകുമ്പോൾ നല്ല മൈലേജും ഉണ്ടാവും. അടുത്തൊരു ക്വിഡ് ആണല്ലോ, ചെറിയ വണ്ടി, ഒരു ക്വാളിറ്റി ഉള്ള 1 ലിറ്റർ കേട്ടോ. 1 ലിറ്റർ 2018 ലാസ്റ്റ് വരുന്ന RXT ഫുൾ ഓപ്ഷൻ 40,000 കിലോമീറ്റർ ആകെ ഓടിയ വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ 40,000 കിലോമീറ്റർ. RXT ആണ്, 1 ലിറ്റർ ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒരു 3 lakh ബിലോ നോക്കുന്ന ഒരു ഫാമിലി വെഹിക്കിൾ. ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഒരു 75-80% ടയർ ഉണ്ട്. പ്രൈസ് എത്ര പറഞ്ഞ? പ്രൈസ് നമുക്ക് ഇതിന് 2.5 വരെ ലോൺ കൊടുക്കാൻ പറ്റും. 2,75,000 വണ്ടി തരാം. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന അതും നമ്മൾ വീഡിയോയിൽ പറഞ്ഞ വരെ 25 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. മാക്സിമം ലോൺ കയറുന്ന ഒരു വണ്ടി തന്നെയാണ്. അടുത്തത് 2017 മോഡൽ സിറ്റി V ഓപ്ഷൻ പെട്രോൾ ആണ്. 76,000 കിലോമീറ്റർ ഓടിയ നീറ്റ് പെട്രോൾ വെഹിക്കിൾ. ഓപ്ഷന്റെ നേരെ താഴെ വരുന്നൊരു വണ്ടി. 5,75,000 തരാം. നമുക്കിതിന് മാക്സിമം 5 to 5.5 വരെ ലോൺ ചെയ്യാൻ പറ്റും. 50 രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കാൻ പറ്റും. XUV അല്ല, സോറി, പെട്രോൾ സെഡാൻ, ഹോണ്ടന്റെ വണ്ടി. സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ് ഉൾപ്പെടെ എല്ലാം കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്. പക്ക ഇസ്തിരി പോയിട്ടുള്ള വണ്ടിയാണ്. മറ്റേ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉള്ള വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ട് ഉള്ള വണ്ടി.
അടുത്തത് ഒരു ഗ്രാൻഡ് ഐറ്റൻ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മാക്സിമം ലോണിൽ ഇറക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. ഇനീഷ്യൽ പേയ്മെന്റ് കുറഞ്ഞ ഇനീഷ്യൽ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന 17 മോഡൽ. ഓക്കെ. ഗ്രാൻഡ് ഐറ്റൻ വേരിയന്റ് ഏതാ? ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് 1.2 എഞ്ചിൻ വരുന്ന പെട്രോൾ എഞ്ചിൻ. ഓക്കെ. കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 83,000 കിലോമീറ്റർ. മാക്സിമം ലോൺ നമുക്ക് 3 ലക്ഷം രൂപയ്ക്ക് വണ്ടി വരാം. എനിക്ക് തോന്നുന്നത് 3-3.25 ലോൺ തന്നെ കയറാൻ മതി. ഫുള്ള് കയറാൻ സാധ്യതയുണ്ട്. ഫുള്ള് കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. പക്ഷെ പറയുന്നില്ല ഫുള്ള് കയറിയില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത പരാതി വരിക. എന്തായാലും ചെറിയൊരു ഇനീഷ്യൽ പേയ്മെന്റ് കണ്ടോളൂ. ഒരു 25,000-30,000 ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇറക്കാൻ പറ്റും. അതായത് സിബിൽ സ്കോർ ഇപ്പോൾ എത്ര നമുക്ക് മിനിമം വേണ്ട? 650 മേലെ ഉണ്ടായി മതി. 650 മതി അല്ലേ? ഓക്കെ. അതേപോലെ വാഗ്നർ 2014 LXi 2,60,000 രൂപയ്ക്ക്. 2,60,000 രൂപയ്ക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ്. ടയർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. LXi AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്ന ലോൺ ഇടാൻ പറ്റുന്ന വണ്ടിട്ട്. ഇതിന് 2-2.25 ലോൺ കയറും. 2.25 ലോൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു 3 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? 3 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാം. 14 വണ്ടി. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ടയർ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കാണിച്ചതൊക്കെ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. ആവറേജ് വണ്ടികൾ പ്രൈസ് കുറച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ കാണിക്കുന്നത്. കറക്റ്റ് വണ്ടികൾ ഇപ്പം കാണിക്കുന്നുണ്ട്. നല്ല സിംഗിൾ ഓൺഷിപ്പിലാണ് നമ്മൾ അധികം വണ്ടികളും കിടക്കുന്നത്. 2016 മോഡൽ ടിയാഗോ. ഇതും നമുക്ക് മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതിന് 2.5 ലക്ഷം വരെ ലോൺ ചെയ്ത് തരാൻ പറ്റും. 2,60,000 രൂപ വണ്ടിക്കേ ഉള്ളൂ. സിംഗിൾ ഓൺഷിപ്പാണ്. 10 രൂപയ്ക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി. ഫാമിലി വെഹിക്കിൾ. സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇനിയിപ്പോൾ ഓൺഷിപ്പ് കൂടി അതിന് വില കുറച്ചൊന്നുമല്ല. കറക്റ്റ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. കിലോമീറ്റർ കുറവാണ്. എക്സി എന്നുള്ള വേരിയന്റ് 2016 മാനുഫാക്ചറിങ്ങും രജിസ്ട്രേഷൻ ഒക്കെ വരുന്ന വണ്ടി. 2,60,000 രൂപ. 2,50,000 വരെ ലോൺ ചെയ്ത് തരാൻ പറ്റും. നിസ്സാര ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ടിയാഗോ ആണ് കിടക്കുന്നത്. അടുത്തത് ജാസ്. ഇത് സ്പെഷ്യൽ റേറ്റിലേക്ക് തരാം. സ്പെഷ്യൽ റേറ്റ് എന്താണ്? 5,80,000 രൂപയ്ക്ക് തരാം. 580 മോഡൽ ആണ്. CVT ആണ്. ഓട്ടോമാറ്റിക് വരുന്ന 1.2 2019 മോഡൽ. ഓട്ടോമാറ്റിക് വരുന്ന മറ്റേ പാഡിൽ ഷിഫ്റ്റ് ഒക്കെ ഉള്ള വണ്ടിയാണ്. 2019 മോഡൽ. ഓക്കെ. ജാസ് 1.2 ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന് ഫുൾ ലോൺ ചെയ്ത് തരാം. 5.50 ലോൺ ചെയ്ത് തരാം. 0 ഡൗൺ പേയ്മെന്റ് ആണ്. പക്ക ക്വാളിറ്റി കേട്ടോ. ഫുൾ ഓപ്ഷനിൽ കറക്റ്റ് ക്വാളിറ്റി ഉള്ള വണ്ടി. 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വില 5,80,000. 5,80,000 CVT പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. അടുത്ത മൈക്ര 2017 മോഡൽ. ഓക്കെ. സിംഗിൾ ഓൺഷിപ്പിൽ മൈക്ര വരാം. നീറ്റ് വണ്ടി അല്ലേ? 2.5 ലക്ഷം രൂപയ്ക്ക് വരാം. നമുക്ക് ഒരു 2.25 വരെ ലോൺ ചെയ്ത് തരാം. പെട്രോൾ വണ്ടിയാണ്. ആഫ്റ്റർ മാർക്കറ്റ് അലോയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ബ്ലാക്ക് ബീസ്റ്റ് പോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ നീറ്റാണല്ലേ? 2,50,000 വണ്ടി നമുക്ക് മാക്സിമം 2.25 വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. എല്ലാം ചെറിയൊരു വീഡിയോ കാണിച്ച എല്ലാ അടിപൊളി വണ്ടികളാണ്. ചെറിയ രീതിയിൽ 20-25 നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ചാൻസ് റൈറ്റുള്ള ഒരു വണ്ടി. 2017 മോഡൽ ടിയാഗോ ഓട്ടോമാറ്റിക്. 3,45,000 എക്സെഡ്. അതിന്റെ ടോപ്പ് എൻഡ് കിട്ടോ. ടോപ്പ് എൻഡ് MT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വണ്ടി. അതും കിലോമീറ്റർ 70,000 ഓടിയിട്ടുള്ളൂ. 3,45,000 ആ എമൗണ്ട് ലോൺ ചെയ്ത് തരാം. ഫുൾ ലോൺ കിട്ടുന്ന ടിയാഗോ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് അലോയ് വീൽ ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ്. നീറ്റ് വണ്ടി കേട്ടോ. 2014 മോഡൽ സെലേറിയോ VXi. സെക്കൻഡ് ഓൺഷിപ്പ്. 3,50,000 രൂപയ്ക്ക് വരാം. മാനുവൽ ഓട്ടോമാറ്റിക് 3.5 ലക്ഷം രൂപയ്ക്ക് 2014 ഓട്ടോമാറ്റിക് കിട്ടുന്നതാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ടയർ കണ്ടീഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ആവറേജ് ഒരു 50+ ഉണ്ട് കേട്ടോ. ടയർ വണ്ടിയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. നമ്മൾ ഈ ഇൻഷുറൻസിന്റെ ഒക്കെ നമ്മൾ തീരാറായിട്ടുണ്ടെങ്കിൽ എടുത്ത് അങ്ങനെ മന്തിനുള്ളിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടി പുതിയ കൊടുക്കുന്നതാണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഒരു ചാൻസ് വെഹിക്കിൾ 2,75,000 രൂപ. ക്ലിയർ ചെയ്യാണ്, ഒഴിവാക്കുകയാണ്. ഇത് ഡീസൽ അല്ലേ? എടുക്കുന്നവർക്ക് ചാൻസ് ആണ്. ഡീസൽ 2012 VDI ഡിസയർ VDI 2,75,000 രൂപ. 2.25 ലക്ഷം രൂപയ്ക്ക് ഡിസയർ ഡീസൽ കിടക്കുന്നുണ്ട്. 2012 മോഡൽ. ഓക്കെ. ഓണർഷിപ്പ് ഏതാ കിടക്കുന്നത്? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ഉണ്ട്. ടയർ 4 നല്ല ടയർ തന്നെയാണ്. നല്ല ടയർ കിടക്കുന്നത്. നീറ്റ് വണ്ടിയാണ്. അടുത്തത് അതേപോലെ തന്നെ ഒരു ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് ഒരു പോളം തരാം. 2015 പോളോ 2,70,000 രൂപയ്ക്ക് ഡീസൽ വണ്ടി തരാം. 2.25 ലക്ഷം രൂപയ്ക്ക് ഡീസൽ പോളോ. ഏതാ വേരിയന്റ് ഇത്? കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസൽ മിഡിൽ ഓപ്ഷന് 2015 മാനുഫാക്ചറിങ് ഇയർ വരുന്നതാണ്. 2,75,000. അപ്പോൾ ഇതിന് ലോൺ എത്ര കയറും നോക്കിയാൽ മതി. ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ്. വണ്ടി വിലയൊക്കെ കൂടുതൽ നോക്കിയിട്ട് എടുക്കുക. ഇതൊക്കെ ഡീലർ റേറ്റിലാണ്. അതേപോലെ ഒരു പോളോ ബാക്കിലുണ്ട്, അതും കാണിച്ചു തരാം. 3 വണ്ടിന്റെ ഡീലർ റേറ്റില്. ഇതും ഡീലർ റേറ്റിലാണ്. 2013 സണ്ണി CVT ഗിയർ ബോക്സ് വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടി 2,20,000 രൂപ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണോ? പെട്രോൾ ഓട്ടോമാറ്റിക്. 2017
2013 മോഡൽ. 13 മോഡൽ. ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ ഇത്? ലോൺ ചെയ്യാൻ പറ്റും. ഒരു 1.5 വർഷത്തേക്ക് ലോൺ ചെയ്ത് തരാം. 1.5 വർഷത്തേക്ക് ലോൺ ചെയ്യാൻ പറ്റും. എത്ര വരെ കയറുമായിരിക്കും ഇപ്പോൾ ഈ എമൗണ്ട്? ആ എമൗണ്ടിന് കയറാം. 2 lakh ഒക്കെ ലോൺ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ചെറിയ പൈസ 20 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് CVT എടുക്കാൻ പറ്റും. വലിയൊരു സഡൻ. 4.5 ലക്ഷം രൂപയ്ക്ക് ഡസ്റ്റർ വരും. 2016 മോഡൽ ഡസ്റ്റർ RXL പെട്രോള് പ്ലസ് CNG അഡീഷണൽ കിറ്റ് കയറ്റി വേണ്ടി കേട്ടോ. 4,25,000 രൂപ വരും. ഓ, അഡീഷണൽ കിറ്റ് കയറ്റിയിട്ടുണ്ട്. ഇത് RC-യിലുള്ളതാണല്ലോ? RC-യിൽ എൻഡോസ് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ മൈലേജിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. പെട്രോൾ ഡീസൽ അതേ മൈലേജ് കിട്ടുന്ന വാഹനം. അടുത്തൊരു ഇക്കോ 2017 ഇക്കോ 2,25,000 രൂപയ്ക്ക് വരാം. 2.4 രൂപ. അത് എന്തെങ്കിലും മൾട്ടി പർപ്പസ് ആണ്, എന്തെങ്കിലും ബിസിനസ് അങ്ങനത്തെ ടീംസിനൊക്കെ പറ്റുന്നൊരു വണ്ടിയാണ്. കാറ്റഗറി യൂണിറ്റ് ഒക്കെ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം, വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കാം. എല്ലാത്തിനും പറ്റുന്നൊരു വണ്ടിയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇനി അടുത്ത വണ്ടിയിലേക്ക് പോവാം. അവിടെ പോയിട്ട് വരണോ അതോ അവിടെ പോയിട്ട് വരാം അല്ലേ? ഒരു സെൽറ്റോസ് ആണല്ലോ. എത്തിയോസ് 2012 മോഡൽ ഡീസൽ 3,60,000 രൂപ വരും. 3,60,000 ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. കിടക്കാൻ വേണ്ടി അല്ലേ? ഇത് പെട്രോൾ ഡീസലോ? പെട്രോൾ അല്ല, ഡീസൽ. സിംഗിൾ ഓൺഷിപ്പ് ആണ്, ഡീസലാണ്, കിലോമീറ്ററും കുറവാണ്. ക്വാളിറ്റി ഉള്ള ഒരു എത്തിയോസ് നോക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതേമാതിരി സെൽറ്റോസ് 2023 ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, 62,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 12 ലക്ഷം രൂപയ്ക്ക്. 12 ലക്ഷം രൂപയ്ക്ക് ഡീസൽ ഓട്ടോമാറ്റിക്. ടെറാനോ 2017 മോഡൽ 4,80,000 രൂപയ്ക്ക് വരാം. 4,85,000 ഡീസലാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് 4.5 വരെ ലോൺ കയറും കേട്ടോ. മറ്റേത് ക്യാഷ് ബാക്ക് ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. 16 ലക്ഷം വരെ ലോൺ കയറും. അടുത്തത് ഒരു ക്ലിയറൻസ് സെയിൽ പോളോ പ്രസന്റ് കണ്ടീഷനിൽ 3,35,000 2016 പോളോ വരാം. ഡീസലോ പെട്രോളോ? ഡീസൽ, കംഫർട്ട് ലൈൻ ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഓക്കെ. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പറയുന്ന റേറ്റ് നോക്കിയെടുക്കാം. 3 വണ്ടി ഉണ്ട്. ഡിസയർ ഉണ്ട്, നമ്മൾ അവിടെ നേരത്തെ കാണിച്ച പോളോ ഉണ്ട്, ഓറഞ്ച് കളർ പോളോ, ഈ പോളോ ഉണ്ട്, പിന്നെ നിസാൻ സണ്ണി ഉണ്ട്. ഇതൊക്കെ ഡീലർ ഗ്യാപ്പ് ആണ്. അപ്പം ഡീലേഴ്സ് ആരെങ്കിലും വാഹനം ഇതൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ജസ്റ്റ് വന്ന് നോക്കിയിട്ട് എടുക്കാവുന്ന നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു ചാൻസ് വെഹിക്കിളാണ്. പിന്നെ നമ്മുടെ സ്റ്റോക്കിലുള്ളത് നല്ലൊരു വെൻഡോ ഓട്ടോമാറ്റിക്, അതും സിംഗിൾ ഓൺഷിപ്പിൽ പെട്രോൾ ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ ആണ്, ഹൈലൈൻ ആണ്. 4,40,000 രൂപ വരാം. 4,45 അല്ലേ? യെസ്. ഓക്കെ. ഇത് ബുക്കിംഗ് ആണ്. ഇത് ബുക്ക്ഡ് ആയ വീണ്ടും ഒരു സെൽറ്റോസ് വന്നിരിക്കുകയാണ്. ഏതാ മോഡൽ? 2025 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഓക്കെ. 18 ലക്ഷം രൂപയാണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ്, ആകെ 7,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോണൊക്കെ നോക്കുന്ന ആൾക്ക്, ഒരു പുത്ത വണ്ടി എടുക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. 1 ഇയർ കമ്പനി ഇറങ്ങിയിട്ടുള്ളൂ. കമ്പനി 5 ഇയർ വാറന്റി, ഇനി 4 വർഷത്തിൽ ബാലൻസ് ഉണ്ട്. അണ്ടർ വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. പെട്രോൾ മാനുവൽ അല്ലേ? ഡീസൽ മാനുവൽ ആണ് വണ്ടി. വീണ്ടും സിറ്റി 14 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന സിറ്റി പെട്രോൾ. ഇത് ടോപ്പ് എൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലേ? സൺറൂഫ് ഉണ്ട്, അലോയി ഉണ്ട്. യെസ്, ഫുൾ ഓപ്ഷൻ വണ്ടി. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. പുഷ്പ ഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. 2014 വണ്ടി അല്ലേ? 14 വണ്ടി 4,15,000 രൂപയ്ക്ക്. VX 1.5 വരുന്ന 4,4 വരെ ലോൺ കയറും. 1 lakh ഒക്കെ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി. സൂപ്പർ വണ്ടി. അടുത്തത് ഒരു റയർ വണ്ടിയാണ്. റയർ ആണ്. കേരളത്തിൽ വല്ലാതെ ആരും കണ്ടിട്ടുണ്ടാവില്ല. വോക്സ് വാഗന്റെ ടീറോക്ക്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. ഒന്ന്, ഇതിന്റെ DST ഗിയർ ബോക്സ് വരുന്നത് 1.5 ആയിരിക്കും എഞ്ചിൻ വരിക. പിന്നെ ഇതിന്റെ എഞ്ചിൻ സ്പെക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ 15-ന്റെ ഉള്ളിലായിട്ട് 10 to 15-ന്റെ ഉള്ളിലായിട്ട് വരുന്നൊരു മൈലേജ് ആണ്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ജർമ്മൻ വെഹിക്കിൾ ആണ്, ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതിന് എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യുള്ളൂ. വണ്ടി പക്ക ക്വാളിറ്റി, സിംഗിൾ ഓൺഷിപ്പ്, 30,000 കിലോമീറ്റർ. ടോപ്പിന്റെ ആയതുകൊണ്ട് ഫീച്ചേഴ്സിന്റെ കാര്യം പറയാൻ വേണ്ട. ഡ്യുവൽ ടോൺ ആണ്, സൺറൂഫ് ഉൾപ്പെടെ എല്ലാം തന്നെ വരുന്നുണ്ട്. ആസ്കിംഗ് റേറ്റ് വരുന്നത് 17 ലക്ഷം. 17 ലക്ഷം അല്ലേ? 2020 മോഡൽ വണ്ടിയാണ്. 20 മോഡൽ വണ്ടി, നീറ്റ് വണ്ടി കേട്ടോ. അടുത്തത് ഒരു 4x4 വണ്ടി അല്ലേ? കോമ്പസ് ഫുൾ ഓപ്ഷൻ വണ്ടി. ലിമിറ്റഡ് 2021 വന്ന പനോറമിക് സൺറൂഫ് ഒക്കെ വരുന്ന 4 വീൽ ഡ്രൈവില് ലിമിറ്റഡ് പ്ലസ്. ഓക്കെ. അതും സിംഗിൾ ഓൺഷിപ്പ് ആണ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. CAL11 കാലിക്കറ്റ് രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്. വണ്ടി പക്ക ക്വാളിറ്റി, കമ്പനി സർവീസ് വരുന്ന വണ്ടി. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. 14,60,000 രൂപ വരും. 14,60,000. ലോൺ ഒരു 12.5-13 ലക്ഷം വരെ അവൈലബിൾ ആണ്. ഒരു 1.5 ലക്ഷം ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഈ മുതലിന് ഇറക്കാൻ പറ്റും. ഇത് 2 ലിറ്റർ അല്ലേ? 2 ലിറ്റർ കിട്ടും പവർ ആയിരിക്കും, നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും. അടുത്ത 300. ഇതും നമുക്ക് ക്യാഷ് ബാക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടി കേട്ടോ. 10 ലക്ഷത്തിന്റെ മേലെ ID വാല്യൂ ഉണ്ട്. വണ്ടിക്ക് വരുന്നത് 7,90,000 രൂപ. ബാക്കി കാശ് കയ്യിൽ വെക്കാം. മോഡൽ 2021 W8 ഡീസൽ, സെക്കൻഡ് ഓൺഷിപ്പ്, 1,16,000 കിലോമീറ്റർ. ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ മാനുവൽ, ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ.
റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ക ക്വാളിറ്റി കമ്പനി സർവീസിൽ വരുന്നതാണ്, അണ്ടർ വാറണ്ടിയിൽ വരുന്നുണ്ട്. ടോപ്പിന്റെ ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. വില 7,90,000 രൂപ. അടുത്തത് കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളാണ്, ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. 2011 റിന്യൂവൽ കഴിഞ്ഞ വണ്ടി കേട്ടോ. ഓക്കെ, ഇപ്പോൾ പുതിയ പേപ്പറിലാണ് വണ്ടി. 1,80,000 രൂപയ്ക്ക് വരാം. VXI ആണ്. AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇന്റർണൽ മിറർ അഡ്ജസ്റ്റബിൾ, ഫോഗ് ലാമ്പ്, ഡീഫോഗർ എല്ലാം വരുന്നത്. അന്നത്തെ കുഞ്ഞം മിനി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. നമുക്ക് ലോൺ ഇതിന് അവൈലബിൾ ആയിരിക്കില്ല. 2011 ആയതുകൊണ്ട് റെഡി ക്യാഷിന് എടുക്കുന്നതായിരിക്കും. അതാണ് ലോണിന് വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളും. ഇത്രയും ഡോക്യുമെന്റ്സ് ആയിട്ടാണ് നിങ്ങൾ ലോൺ ചെയ്യാൻ വേണ്ടി വരേണ്ടത്. അടുത്തത് ഒരു കുറഞ്ഞ കിലോമീറ്റർ 47 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഓൾട്ടോ 2018 തരാം. 2,60,000 രൂപയ്ക്ക് വരാം. 260 ഓൾട്ടോ LXI ആണ്. പെട്രോൾ ആണ്, നീറ്റ് വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. 47,50 താഴെ ഓടിയിട്ടുള്ളൂ. പഴക്കത്തിൻ്റെതായ ചെറിയ ചെറിയ സ്ക്രാച്ചസ് അല്ലാതെ ഒന്നുമില്ല. വീണ്ടും ഒരു ഓൾട്ടോ. ഇത് നമ്മൾ 1,50,000 രൂപയ്ക്ക് വരാം. 2014 ആണ്. ഓൾട്ടോ LXI സെക്കൻഡ് ഓൺഷിപ്പ്, പെട്രോൾ, 42,000 കിലോമീറ്റർ. നമുക്ക് 1,60,000 വരെ ലോൺ കയറും. ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? നീറ്റ് വണ്ടിയാണ്. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. സീറ്റുകളൊക്കെ മാറ്റി നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത് വണ്ടിക്ക്. സിംഗിൾ ഓൺഷിപ്പിൽ കാലിക്കറ്റ് വണ്ടി. അടുത്തത് വീണ്ടും 2005 വർഷം ടാക്സിൽ തരാം. 2011 വണ്ടി 1,30,000 രൂപയ്ക്ക് വരാം. 1,30,000 കേട്ടോ. ടാക്സ് അടച്ചുതരാം. പിന്നെ എടുക്കുന്ന ആൾക്ക് പ്രശ്നമില്ല. നെയിം ചേഞ്ച് ചെയ്തിട്ട് നമ്മളെ ഗവൺമെന്റിന്റെ മറ്റേ റിന്യൂവൽ മാത്രം അടിക്കാനുള്ളൂ. 2 രൂപേൻ്റെ താഴെ വരുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് 5 വർഷം ടാക്സിൽ, 5 വർഷം മുന്നോട്ടുള്ള ടാക്സിൽ 1,30,000 രൂപയ്ക്ക് വണ്ടിയാണ്. 1,30,000. വേറെ മെക്കാനിക്കൽ സൈഡൊന്നും വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല. ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു 50% ടയർ ഉണ്ട്. അതെ, റേറ്റ് കുറയ്ക്കുമ്പോൾ വണ്ടി അലമ്പാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെയാണ്. ഉണ്ട്. ഇതിന് സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. ടാക്സ് അടിച്ചിട്ട് 5 കൊല്ലം ടാക്സിലാക്കിയിട്ടാണ് തരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പറയും റിന്യൂവൽ അടുത്തതിനെ കൊണ്ടല്ല പറയും. അപ്പം നമുക്ക് 5 കൊല്ലത്തെ ടാക്സിൽ വണ്ടി തരാം. അപ്പോൾ ഇനി ഏതൊക്കെ വണ്ടികൾ ഇഷ്ടംപോലെ ഇനി വരാനുണ്ട്. ഓണത്തിന്റെ അടുപ്പിച്ചിട്ട് തന്നെ അപ്പം വരുന്ന ആൾക്കാർക്കൊക്കെ വരാം. അപ്പോൾ നമ്മൾ ഈ ആഴ്ച എല്ലാം വർക്കിംഗ് ഡേ ആണ്. സൺഡേയിലും വർക്കിംഗ് ആണ്. നമുക്ക് എത്ര മണി സമയം പറയാം? കോളിംഗ് ടൈം നമ്മൾ എന്തായാലും കോളിംഗ് ടൈം നമ്മൾ 9 to 6 വിളിക്കാം. ഷോറൂം ടൈം എന്തായാലും ഇവിടെ ഉണ്ടാവും. 6:30-7 മണി വരെ ആളുണ്ടാവും. നിങ്ങൾക്ക് നേരിട്ട് വരാം. കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാടാണ് ലൊക്കേഷൻ. ഗൂഗിൾ മാപ്പിൽ ഇട്ടാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്തുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. ഡെലിവറി ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഒന്ന് കാണണം. വണ്ടി നിങ്ങൾ വരണം, ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം. ഓൾ കേരള എവിടെയും നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പിന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻ നോക്കാം. കേസ് ടു കേസ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയായിട്ട് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് കൊടുക്കാനുള്ളതാണല്ലോ. പിന്നെ വേറെന്താ പറയാനുള്ളത്? ഓൾ കേരള ഡെലിവറി, ഓൾ കേരള ഫിനാൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. വരിക, വണ്ടി വന്ന് നോക്കുക. നിങ്ങൾക്ക് ഏത് മെക്കാനിക്കിനെ കൊണ്ടുവന്നോ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്താൽ മതി. നിങ്ങളുടെ പൂർണ്ണ സാറ്റിസ്ഫാക്ഷനോടുകൂടി വണ്ടി എടുക്കുക. നമ്മളെപ്പോഴും നല്ല വണ്ടികൾ തന്നെയാണ് കൊടുക്കുന്നത്. പോയിക്കാം. താങ്ക് യു സോ മച്ച്. അഡ്വാൻസ് ഹാപ്പി ഓണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.